ഹായ് അസ്സലാമലൈക്കും. ഹിബാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കാട്ടുനെല്ലിക്ക അച്ചാർ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അച്ചാറിനെ എല്ലാവർക്കും ഒക്കെ അറിയാമായിരിക്കും, പക്ഷെ ഞാനിത് എങ്ങനെയാണ് അച്ചാറിടുന്നതെന്നുള്ളതാണ് വീഡിയോയിൽ കാണിക്കുന്നത്. അതിനായിട്ട് കുറച്ച് കാട്ടുനെല്ലിക്ക എടുത്ത് നന്നായിട്ട് കഴുകിയതിന് ശേഷം ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഞാൻ ഉപ്പും കായപ്പൊടിയും ഇട്ട് ഞാൻ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ ഞാൻ ഒത്തിരി ആയിട്ടോ, ഒരാഴ്ച കൂടുതലായിട്ടുണ്ടായിരുന്നു ഞാൻ അങ്ങനെ ഉപ്പിട്ട് വെച്ചിട്ട്. അതുകൊണ്ട് തന്നെ നല്ലപോലെ ഉപ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടിരിപ്പുണ്ട്. അതിനായിട്ട് ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കടുവും ഉലുവ ഇട്ട് പൊട്ടിക്കുന്നുണ്ട്. ഉലുവപ്പൊടി ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതിയാകും. ഇനി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കാന്താരി മുളക് 2 തണ്ട് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഏതെങ്കിലും മുളക് കയ്യിലുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാകും, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇനി നമുക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ അച്ചാർ പൊടിയും 1 സ്പൂൺ മുളക് പൊടിയും 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മളെ നെല്ലിക്കയില്ല അതും കൂടെ ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഞാനാണെങ്കിൽ അച്ചാറുകളുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള കായപ്പൊടി ഇടാൻ മറന്നു പോയിട്ടുണ്ട്. ഞാൻ ലാസ്റ്റാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ സമയത്ത് കായപ്പൊടിയും കൂടെ ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് മിക്സ് ആക്കിയതിന് ശേഷം ലാസ്റ്റ് അതിലേക്ക് ഞാൻ 1 സ്പൂൺ വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ആ കാട്ടുനെല്ലിക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിന് മുന്നേ നമ്മുടെ സ്റ്റാർ പുളിഞ്ചിക്കയില്ല, അതിൻ്റെ ഒരു അച്ചാറിൻ്റെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ സ്റ്റാർ പുളിഞ്ചിക്ക അച്ചാർ ഇടുവോ, ഇട്ടിട്ടില്ല. വീട്ടിലുണ്ടായിട്ടും ഇടാത്തവരൊക്കെ ഞാൻ ഒത്തിരി പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. വീട്ടിലുണ്ടെങ്കിൽ എവിടെന്നെങ്കിലും കിട്ടുമെന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും അത് ആ സ്റ്റാർ പുളിഞ്ചിക്ക അച്ചാറിട്ട് നോക്കണം കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണിത്. ഞാനാണെങ്കിൽ അന്ന് അച്ചാറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തതിൻ്റെ കുറച്ച് പുളിഞ്ചിക്കയാണെങ്കിൽ നമ്മൾ കുപ്പിയിൽ ഉപ്പും മുളക് ഇട്ട് വെച്ചിട്ടില്ല, ഉപ്പിലിട്ടതും അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അച്ചാർ കഴിഞ്ഞ് അപ്പം ഞാൻ വിചാരിച്ചു അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ ഉപ്പിട്ട് വെച്ചിട്ടുള്ള സ്റ്റാർ പുളിഞ്ചിക്കയില്ലേ അതും കൂടെ അച്ചാറിടാമെന്ന് കരുതി ഞാൻ അതും കൂടെ അച്ചാറിടുന്നുണ്ട്. സ്റ്റാർ പുളിഞ്ചിക്ക അച്ചാറിൻ്റെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്തായാലും എല്ലാവരും ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു കാട്ടുനെല്ലിക്ക അച്ചാർ, അതുപോലെ തന്നെ നമ്മൾ ചതുരപ്പുളി അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ഇടാനും മറക്കരുത്. പുതുതായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കാൻ മറക്കല്ലേ.